ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. യൂട്യൂബിൽ അപ്ഡേറ്റ് വന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഇത് ഗുഡ് അപ്ഡേറ്റ് ആണോ ബാഡ് അപ്ഡേറ്റ് ആണോ എന്നുള്ളതായിരിക്കും. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെ നമ്മളെ ബാധിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ ആദ്യം ചിന്തിക്കുക. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 100% നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുള്ള ഉപകാരമായിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി വീഡിയോ ലൈവ് ചെയ്യുമ്പോൾ നമുക്കറിയാം വീഡിയോ ലൈവ് ചെയ്യുമ്പോൾ അഡ്വർടൈസ്മെന്റ് വരാറുണ്ട്. നമ്മൾ മോണിറ്റൈസേഷൻ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പല ഘട്ടങ്ങളിലും അഡ്വർടൈസ്മെന്റ് വരാറുണ്ട്. പക്ഷെ അഡ്വർടൈസ്മെന്റ് വരുമ്പോൾ ഒരു പ്രോബ്ലം എന്താണ്? ആളുകൾ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നോർമൽ വീഡിയോ ആണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിനിടയിൽ ഇങ്ങനെയൊക്കെ അഡ്വർടൈസ്മെന്റ് വരുമ്പോൾ ആ അഡ്വർടൈസ്മെന്റ് തീരുന്നതിന് മുന്നേ ആളുകൾ ബാക്ക് അടിച്ച് പോവാറുണ്ട്. അപ്പൊ ലൈവിലും ഈ ഒരു സംഭവം വരാറുണ്ട്. എന്നാൽ ലൈവില് മാത്രമായിട്ട് യൂട്യൂബ് ഒരു അപ്ഡേറ്റ് കൊണ്ടുവരികയാണ്. ഇനി മുതൽ അഡ്വർടൈസ്മെന്റ് വരുമ്പോൾ സൈഡ് ബൈ സൈഡ്, അതായത് ഒരു സൈഡിൽ വീഡിയോ പ്ലേ ആകും, നമ്മൾ ചെയ്യുന്ന ലൈവ് പ്ലേ ആകും, മറ്റേ സൈഡിൽ അഡ്വർടൈസ്മെന്റ് പ്ലേ ആകും. ഇത് നിങ്ങൾ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു കളിയൊക്കെ ലൈവ് കാണുമ്പോൾ, അതുപോലെ ന്യൂസ് ചാനലുകളിൽ പല നമ്മൾ ചിലപ്പോൾ മൂവിയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പം എന്തെങ്കിലും പോസ്റ്ററുകളായിട്ടുള്ള അഡ്വർടൈസ്മെന്റുകളൊക്കെ. അപ്പൊ ഇവിടെ ശരിക്കും അഡ്വർടൈസ്മെന്റ് തന്നെയാണ് പ്ലേ ആകുന്നത്. അത് സൈഡിൽ നമ്മുടെ വീഡിയോ പ്ലേ ആകുന്നുണ്ടായിരിക്കും. അപ്പോൾ ബാക്കി സൈഡിൽ എന്തായിരിക്കും? അഡ്വർടൈസ്മെന്റ് ആയിരിക്കും. അപ്പൊ ഒരിക്കലും വിവർ നമ്മൾ ആ ഒരു സ്കിപ്പ് ചെയ്ത് പോകുന്നില്ല. അവര് ആ ഒരു അഡ്വർടൈസ്മെന്റ് അവിടെ വന്നു എന്നത് ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ സ്കിപ്പ് ചെയ്യുന്ന സാധ്യത കുറവുകളാണ്. ഇതുപോലെയുള്ള കൂടുതൽ അഡ്വർടൈസ്മെന്റ് വരാൻ ചാൻസും കൂടുതലുണ്ട്. ഇത് ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, നല്ലതാണ് ഇങ്ങനെ വരുന്നതൊക്കെ, പക്ഷെ ഇത് മൊബൈലിൽ വരുമോ എന്നുള്ളതായിരിക്കും. അതുപോലെ ഇത് ആർക്കൊക്കെ ലഭിക്കും എന്നുള്ളത്. ഇതിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. വളരെ കുറച്ച് പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. താമസിയാതെ എല്ലാവരിലേക്കും എത്തും. ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കുന്നത് ഡെസ്ക്ടോപ്പ് വെബിലും അതുപോലെ ടിവികളിലൊക്കെ യൂട്യൂബിൽ വീഡിയോസ് കാണുന്നവർക്കാണ്. അപ്പോൾ ഈ രീതിയിലുള്ള പരസ്യം വരണമെങ്കിൽ നമ്മൾ ആദ്യം ലൈവിന്റെ മോണിറ്റൈസേഷൻ ഓൺ ചെയ്ത് മിഡ് റോൾ ആഡ്സ് എനേബിൾ ആക്കിയിരിക്കണം. അവിടെ ലെറ്റ് യൂട്യൂബ് ഡിസൈഡ് എന്നുള്ള ഒരു ഓപ്ഷന് ഓൺ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അത് മാത്രമല്ല, ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ, അതായത് ആ ഒരു സ്ക്രീനിൽ ഒരു സൈഡിൽ നമ്മളെ വീഡിയോ പ്ലേ ആകുന്നു, മറ്റേ സൈഡിൽ റൈറ്റ് സൈഡിൽ അഡ്വർടൈസ്മെന്റ് വരികയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഓക്കെ, നമ്മളെ വീഡിയോ കട്ടാകുന്നില്ല എന്നുള്ളത്. പക്ഷെ അവിടെ വീഡിയോ പ്ലേ ആകുമ്പോൾ അവിടെ ഓഡിയോ എന്താകും? രണ്ട് പരസ്യത്തിലും ഓഡിയോ, ഇതിലും ഓഡിയോ വരുമ്പോൾ രണ്ടും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ യൂട്യൂബ് ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ വീഡിയോ ലൈവ് ചെയ്യുന്ന വീഡിയോയിലെ ഓഡിയോ യൂട്യൂബ് മ്യൂട്ട് ചെയ്യുന്നതാണ്. പകരം അഡ്വർടൈസ്മെന്റ് ആയിരിക്കും അവിടെ പ്ലേ ആകുക, അതായത് ഓഡിയോ റൺ ആവുക. അപ്പൊ നമ്മൾ ആ അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ വീഡിയോയിലെ ഓഡിയോ പ്ലേ ആയി തുടങ്ങും. അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യും ആളുകൾ, നമ്മൾ കാണുന്ന വ്യൂവർ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വീഡിയോന്റെ ഓഡിയോ പ്ലേ ആകുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോൾ വന്നിട്ടുള്ളത് വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. ഇപ്പൊ ഇനി മുതൽ ലൈവ് ചെയ്യുന്നവർക്ക് അഡ്വർടൈസ്മെന്റ് ആ ഒരു വീഡിയോ കട്ടാവാതെ തന്നെ വരുന്നതാണ്. അപ്പൊ അങ്ങനെ വരുന്ന വീഡിയോയിൽ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് എന്ന് പറയാം. ഈ ഒരു അപ്ഡേറ്റിന്റെ കാതലായിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിവറുടെ ആ ഒരു വിവിങ് എക്സ്പീരിയൻസ് കളയാതെ തന്നെ യൂട്യൂബ് അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നു. നമുക്ക് അതിലൂടെ നമ്മളെ വിവരം നഷ്ടപ്പെടുന്നില്ല. നമുക്ക് റവന്യൂ കൂടുതലായിട്ട് ജനറേറ്റ് ആകുന്നു. ലൈവ് കട്ടാകാതെ തന്നെ ആഡ്സ് പ്ലേ ആകുന്നു എന്നുള്ളതാണ് ഈ ഒരു അപ്ഡേറ്റിന്റെ പ്രത്യേകത. അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും കടന്നു വരാനുണ്ട്. ഇത് മൊബൈലിലേക്ക് എങ്ങനെ വരും, അതുപോലെ കൂടുതൽ ആളുകളിലേക്ക് ഈ ഓപ്ഷൻ ലഭിക്കേണ്ടതുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ ഉടനെ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പൊ എന്തായാലും ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, ഈ ഒരു അപ്ഡേറ്റ് എല്ലാവരിലേക്കും എത്തിയ ശേഷം, ഈ ഒരു ടൂൾ വന്ന ശേഷം എങ്ങനെ റൺ ആകുന്നു എന്നതിന്റെ അടിസ്ഥാനമാക്കി നമുക്ക് വീണ്ടും ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.